ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മേഘാലയയിലെ ദൗക്കിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 9:47 നമ്മൾ കുളിച്ച് മാറ്റി റെഡി ആകുമ്പോഴത്തേക്ക് ഈ ഒരു സമയമാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കാരണം മേഘാലയ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരെയാണ് ഓരോ സ്ഥലങ്ങളും, പിന്നെ മാത്രമല്ല നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളുമാണ്. നമ്മൾ പോയി വരുമ്പോഴേക്ക് സമയം കുറേ ആവും. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ പല സ്ഥലത്തും റൂം എടുക്കുന്നതിലാണ് നല്ലത്. സൗകര്യമുള്ള റൂം കിട്ടിയപ്പോൾ, വലിയ ഓവർ റേറ്റ് ഒന്നും ഇല്ലാത്ത റൂം കിട്ടിയപ്പോൾ നമ്മൾ ആ ഒരു റൂമിൽ തന്നെ തുടരാമെന്നാണ് കരുതുന്നത്. അതാണ് നമുക്ക് പിന്നെ കുറച്ച് കൂടി വരാനുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ അവിടെ നിന്ന് നീങ്ങി ഈ ഒരു മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തീരാത്തത്ര സ്ഥലങ്ങളുണ്ട്. നമ്മളിവിടെ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റുകൾ ഓരോ ആഴ്ച ആസ്വദിക്കാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളും നമ്മുടെ സമയവും ഒക്കെ ഒരു പ്രോബ്ലമാണ്. ഉള്ള സമയത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് കവർ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴി കണ്ടോ, ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു സ്റ്റേഡിയം കാണും. ഇതാണ് ഷില്ലോങ്ങിലെ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മുഴുവൻ കാറുകളായിരിക്കും. ഇവിടെ ബസ് റൂട്ടില്ല, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഇല്ല. ആ ഒരു 2 കാര്യങ്ങളും ഇവിടെ ഇല്ല. മുഴുവൻ ടാക്സികളും അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികളൊക്കെ കാറുകളാണ്. അത് നോക്കിയേ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മഞ്ഞ പെയിൻ്റ് അടിച്ചായിരിക്കും ആ ടാക്സി. അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ പറഞ്ഞാൽ ഈ ചെറിയ റോഡാണെങ്കിലും ഭയങ്കര തിരക്കാണ്. പിന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ വണ്ടി ഡ്രൈവർമാർക്കൊക്കെ, ഇപ്പോൾ ടാക്സി ഡ്രൈവർമാരൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞാൽ അറിയാമല്ലോ, വണ്ടിയൊക്കെ കുത്തി കയറ്റി കൊണ്ടുപോകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ വണ്ടി ഓടിക്കുന്നത്. കണ്ടോ, അവരാരും ഒരാൾ പോലും കയറി വരുന്നില്ല. ഈ കയറി പോകുന്ന ബൈക്കുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചു. ഫസ്റ്റ് വരുന്ന ആളുകൾ അങ്ങനെ കയറി പോകണം, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിക്കാണ്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഇവിടെ ഒരൊറ്റൊരു വണ്ടി പോലും ഞാൻ കണ്ടില്ല. വളരെ മര്യാദയോട് കൂടി ഓടിക്കുന്ന ആളുകളാണ്. ഒന്ന് നിൽക്കണോക്കിയേ, ഒരാൾ പോലും. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റൂല, അങ്ങനെ ആവും. കണ്ടോ, ടാക്സികളും എല്ലാം കറക്റ്റായിട്ട് ലൈനിൽ നിന്ന് കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് വേറെ ബ്ലോക്കൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പറയണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമുക്കിപ്പോൾ ബൈക്കുകാർക്കാണെങ്കിലോ ചെറിയ സൈഡിൽ കൂടി കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങൾ അവർ ധാരാളം തരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിന് പോകാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കാറോ ഓട്ടോറിക്ഷ കൊടുത്ത് നിർത്തും. പിന്നെ ആ ബൈക്കും പോകാൻ പറ്റൂല. കണ്ടോ, ബൈക്കുകാർക്ക് സുഖമായിട്ട് കയറി പോവാം. പിന്നെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടോ, വ്യോമസേനയുടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, അവിടെ ഫ്രണ്ടിൽ ഒരു വിമാനത്തിൻ്റെ ആകൃതിയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കിയേ, ഇവിടെയൊക്കെ അത് തന്നെയാണ്. ഈ 2 സൈഡും കണ്ടോ, ഇവിടെയും ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു ആകൃതി ഉണ്ടാക്കിയിട്ടുണ്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓഫീസുകളും കാര്യങ്ങളും ക്യാമ്പുകളൊക്കെയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ലെഫ്റ്റിലേക്കാണ്. കണ്ടോ, പക്ഷെ ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് സൈഡാക്കാം. ഇവിടെ നിന്ന് സൈഡാക്കിയിട്ട് കാഴ്ച ശരിക്കൊന്ന് കാണാം. കണ്ടോ, ആ വെയിലടിച്ചിട്ട് ഒന്ന് മങ്ങിയ പോലെ ആ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ. പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മുടെ പച്ച പിടിച്ച് നിൽക്കുന്ന സാധാ പോലെ തന്നെ ഈ ഒരു ഭാഗം, ആ ഒരു മല കണ്ടോ, സൂര്യൻ്റെ പ്രകാശം അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മങ്ങി. അതിൻ്റെ ബാക്കിലോട്ടുള്ളത് അതിലാറെ മങ്ങി. പിന്നെ അങ്ങ് ആകാശത്തിലേക്ക് അങ്ങനെ ലയിച്ചൊരു കാഴ്ച, സൂപ്പർ കാഴ്ച കേട്ടോ. ഇത് ഈ മേഘാലയയിലുള്ളൊരു പ്രത്യേക തരം കാഴ്ച തന്നെയാണിത്. ഇതിൻ്റെ മുകളിൽ കണ്ടോ, ചെറിയ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലങ്ങൾ, പച്ച പിടിച്ച് അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ, ഭയങ്കര താഴ്ച കേട്ടോ. ഇത് നോക്കിയേ. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വലിയ വലിയ തോടുകളും അതങ്ങനെ പുഴകളിലേക്ക് എത്തുന്ന രീതിയാണ്. ഇങ്ങോട്ട് പോരുംതോറും മനോഹരമായ കാഴ്ചകൾ കേട്ടോ. മലകളിങ്ങനെ മാറി മാറി വരുന്നു. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ എല്ലാ ഭാഗത്തും വെള്ളം അവൈലബിൾ ആണ്. ഈ ഒരു മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പിട്ട് കണ്ടോ, ഇതുപോലെ വണ്ടികളൊക്കെ ധാരാളം
റോഡ് സൈഡിൽ നിന്ന് അവരിങ്ങനെ കഴുകുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കുറേ പോന്നപ്പോൾ കണ്ടോ, ഇപ്പോൾ വേറൊരു കാഴ്ചയാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടോ പച്ച പിടിച്ച കുന്നുകൾ. അങ്ങനെ വേറൊരു മലയുടെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. കണ്ടോ ആ പൊളഞ്ഞ് കിടക്കുന്ന കുന്നുകൾ. അപ്പോൾ നോക്കിയേ, ആ ഒരു ലെയർ വേറെ കളർ, അതിൻ്റെ ബാക്കിൽ വേറൊന്ന്, അതിൻ്റെ ആ ഒരു ഭാഗത്ത് വേറൊന്ന്, പിന്നെ ഈ രണ്ട് സൈഡിലും പച്ച പിടിച്ചത്. ഇത് കറക്റ്റ് പച്ചയാണ്. ഇതിലൂടെ ഒന്നുകൂടെ മങ്ങിയിട്ടാണ് ഈ ഒരു മല, അതിലേറെ മങ്ങിയിട്ടാണ് അത് അങ്ങനെ ലെയറായിട്ട്. എന്തൊരു കാഴ്ച നോക്കിയേ. പിന്നെ അങ്ങനെ ആകാശത്തിലേക്ക് ലയിച്ചൊരു കാഴ്ച. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ കണ്ട സമയത്ത് വേറെ മലകളായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്തോറും മലകൾ മാറി മറിയുന്ന കാഴ്ച. പിന്നെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ കൽക്കോറികൾ ധാരാളം ഉണ്ട്. കണ്ടോ ഈ മല ഇടിച്ച് കൊണ്ടുപോവാണ്. ഇനി ഇവിടെ ഭാവിയിലൊക്കെ നല്ല ഉരുൾപൊട്ടലുണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. കണ്ടോ ഓരോ പാറകൾ തുരന്ന് കൊണ്ടുവന്ന് നോക്കിയാൽ ഈ ഒരു മലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ തുരക്കുന്നുണ്ട്. ഈ പോകുന്ന വഴി പറഞ്ഞു കഴിഞ്ഞാൽ റൈഡേഴ്സിന് അടിപൊളി ഫീൽ തന്നെ ആയിരിക്കും. നല്ല ചെറിയ റോഡുകൾ നോക്കിയേ. ഇതിനകത്തൂടെ രണ്ട് സൈഡും ഇങ്ങനെ ഈ മലകളും കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. മാത്രമല്ല നല്ല ഒരു കറക്റ്റ് കൂളിംഗ് ആട്ടോ ഈ ഒരു സമയത്ത്. വെയിലാണെങ്കിലും നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു കൂളിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഓടി വരുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കണ്ടോ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഇതിനുള്ള ടിക്കറ്റ് കിട്ടുക. പിന്നെ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് ഒരാൾക്ക് 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപയും. എന്തായാലും പോകുന്ന വഴിയൊന്ന് കയറി നോക്കാമെന്ന് കരുതി. കണ്ടോ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വ്യൂ പോയിൻ്റ് തന്നെ പറയാം. ഇനി കാഴ്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കണ്ടോ ഒരു പാറയും ഇതൊക്കെയാണ്. അതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ കെട്ടി കമ്പി കൊണ്ടൊക്കെ അങ്ങോട്ട് വീഴാതിരിക്കാനൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ മലകൾ. കണ്ടോ അതിൻ്റെ ആ ഒരു സൈഡിലൂടെ കണ്ടോ അതിൻ്റെ പകുതിക്ക് ഇങ്ങനെ റോഡാണ്, ഒരു ലൈൻ ഇട്ടതുപോലെ. കണ്ടോ അങ്ങനെ ഓരോ മലകളുടെയും ഒരു പകുതി ഭാഗത്തിലൂടെ ഇങ്ങനെ റോഡുകൾ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടോ താഴ്ഭാഗത്ത് കൂടെ ഒക്കെ ധാരാളം റോഡുകളും വീടുകളും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ 2-3 മലയുടെ ഇടുക്കുകളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഒന്ന് നോക്കിയല്ലേ എന്തൊരു കാഴ്ച. ഏതായാലും ഈ ഒരു മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു കുന്നുകളുടെ ഒരു സംസ്ഥാനം തന്നെയാണ്. ഏത് ഭാഗത്തും നോക്കിയാൽ ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ കുന്നിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കുന്നുകൾ കണ്ടോ ഇവിടെ നോക്കി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നൊരു സ്ഥലമായിരുന്നു നമ്മുടെ ചിറാപൂഞ്ചി എന്നുള്ളത്. അപ്പോൾ ആ ചിറാപൂഞ്ചിയുടെ ഒരു സ്ഥാനം തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം ചിറാപൂഞ്ചിയിൽ സിമെൻറ്റ് ഫാക്ടറികളും അങ്ങനത്തെ കുറേ ഫാക്ടറികൾ വന്ന് പിന്നെ പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ച് ആ ഒരു മഴ വളരെ കുറഞ്ഞു. അത് കാരണം ആ ഒരു പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ മേഘാലയയിൽ തന്നെയുള്ള മൗസിൻ്റെ എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നൊരു സ്ഥലം എന്നുള്ളൊരു പദവി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേഘാലയക്ക് ആ ഒരു പദവി ഇനിയും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് എടുക്കേണ്ട വസ്തുക്കൾ നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വേണം. ഇപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇതിൻ്റെ സൈഡിൽ ആർക്കും ഇടിക്കാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഈ മലകളും അതുപോലെ തന്നെ ഈ പ്രകൃതിക്കൊക്കെ വളരെ ദുരന്തം തന്നെ ആയിരിക്കും. പക്ഷെ നിയന്ത്രണങ്ങളോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ പ്രകൃതി വലിയ ഒരു നാശം തന്നെ വിതക്കും. പോരുന്ന വഴിക്ക് ധാരാളം കണ്ടോ ഇതൊക്കെ നോക്കി. നമ്മളിപ്പോൾ ഇത്ര കുറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരു മണ്ണ് തന്നെയാണ് ഈ ഒരു മേഘാലയ എന്ന് പറയുന്നത്. കണ്ടോ അപ്പോഴേക്ക് അടുത്ത കുന്നിടിക്കുന്നതാ കണ്ടോ. ഇവിടെ മുഴുവനായിട്ട് കണ്ടോ. ഇവിടെ ഒരു നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്ര ചുറ്റുവട്ടത്തൊന്നും ഒരേപോലെ ഇടിക്കാനുള്ള പെർമിഷൻ കിട്ടുമായിരിക്കൂല. ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. പ്രകൃതിക്ക് തുരങ്കം വെക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ കാഴ്ചയും അടിപൊളി കാഴ്ച തന്നെയാണ്. റൈഡേഴ്സ് ഇഷ്ടപ്പെടുന്നൊരു വഴിയാണ് കേട്ടോ ഇത്. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നല്ല വഴിയാണ്. ഇത്ര നല്ല വെയിലുള്ള സമയത്താണെങ്കിലും ഞാൻ കണ്ടോ ഈ ഒരു ഇത്ര ചൂട് ഉള്ളൊരു സംഭവം ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ ഓരോ ജോലി ചെയ്യാൻ നോക്കി ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ വണ്ടികളിൽ വെച്ച് ലോഡ് ഉന്തിക്കൊണ്ടുപോകണം. അവർക്കൊരു കളിയാവും, വീട്ടുകാർക്കൊരു കാര്യമാവും. കേട്ടോ ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അതാ. ഇതൊക്കെയാണ് ഷില്ലോങ്ങിൽ നിന്നും ദൗക്കിയിലേക്ക് വരുന്ന വഴിയുള്ള കാഴ്ചകൾ. ഇനി ദൗക്കിയിലെ കാഴ്ചകളൊക്കെ നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.